തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇവരുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെന്ത് അവകാശത്തെ പറ്റിയാണ് നീ സംസാരിക്കുന്നത്? കുറച്ചു കാലങ്ങളുണ്ടായ സ്നേഹത്തിന് വേണ്ടി ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛനമ്മയും വേണ്ടെന്ന് വെച്ച് ഓടിപ്പോയ നീയൊക്കെ എങ്ങനെ ഗുണം പിടിക്കാനാ? നിനക്ക് വേണ്ടി ഞങ്ങളെ കൈവിട്ടു പോയവൻ വേറൊരു സാഹചര്യത്തിൽ നിന്നെ കൈവിടില്ലെന്ന് എങ്ങനെ അറിയാം? മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നത് സ്നേഹം കൊണ്ട് മാത്രമല്ല, അവരുടെ മീതായി വിശ്വാസം വെച്ചുകൂടിയാ. ആ വിശ്വാസം നശിപ്പിച്ചത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും സ്വന്തം കുടുംബത്തെ ചതിച്ച അന്ന് തന്നെ എല്ലാ പാപവും ശാപവും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. മാതാപിതാക്കൾ ഒഴിച്ച കണ്ണീരിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഇങ്ങനെ ശപിക്കരുത്. ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ തെറ്റിയുമ്പോ മുതിർന്നവരായി നിങ്ങൾ തെറ്റ് തിരുത്താനുള്ള അവസരം തരികയല്ലേ വേണ്ടത്? നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളുടെ കുടുംബത്തെ അവമാനിച്ചിറങ്ങി പോകുമ്പോ ഞങ്ങൾ മൂത്തവരാണെന്ന് അങ്ങോട്ട് മറന്നുപോയോ? കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിന്ന എന്റെ മോള് തൂങ്ങി മരിക്കാൻ ഒരുങ്ങി. അപ്പോഴും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലേ? നാട്ടില് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് നടന്നിരുന്ന പാറു ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നത് ആര് കാരണമാ? എന്റെ വയറ്റിൽ ജനിച്ചുപോയ ഈ മഹാപാപി കാരണമാ. അമ്മ, അന്ന് വരുത്തി വെച്ച കടം തീർക്കാനാ ഇവൾ ആ രുദ്രനെ കല്യാണം കഴിക്കാൻ വരെ തയ്യാറായത്. ജനിച്ചു വളർന്ന നാട്ടിൽ ഞങ്ങൾ അഭിമാനത്തോടാ കഴിഞ്ഞിരുന്നത്. നീ കാരണം തറവാട്ടിൽ നിന്നും കല്യാണപ്രായമായ 2 പെൺകുട്ടികളെ കൊണ്ട് എനിക്ക് നട റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നു. സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ ഇത്രത്തോളം തരം തരേണ്ടി വന്നൊരവസ്ഥ നിനക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ആകെയുള്ള ആൺതരിയിൽ എന്ന് കരുതി നിന്നെ വളർത്തി വലുതാക്കിയതിന് നീ നല്ല പ്രത്യുപകാരം തന്നത്. നീ കാരണം ബുദ്ധിമുട്ടത് ഞാൻ മാത്രമല്ല, നിന്റെ ചേച്ചി അനിയത്തിയും കൂടാ. പാറുമില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനം പണ്ടേ നശിച്ചു പോയനെ. ഞാൻ കാരണം നമ്മുടെ കുടുംബത്തിന് എത്ര വലിയ അപമാനം ഉണ്ടാവാൻ പോകുന്നത് അതറിഞ്ഞാ അച്ഛനും അമ്മയും എങ്ങനെ പ്രതികരിക്കാവോ? ഞങ്ങളുടെ എല്ലാം ജീവിതം തകർത്തിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച നിങ്ങളുടെ സന്തോഷം ഇപ്പൊ നല്ല രീതിയിലാണല്ലോ പോകുന്നത്, അല്ലേ? അല്ലെന്ന് എനിക്ക് ഉറപ്പാ. ദൈവം അതിന് സമ്മതിക്കില്ല. ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞേക്ക്. നിന്റെ അച്ഛനമ്മയെ കുറിച്ച് നീ ചിന്തിച്ചോ? ഇത്രയും വലിയൊരു അപമാനം അവർക്ക് ഉണ്ടായി കൊടുത്താൽ അവർ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കുന്നു നീ ചിന്തിച്ചോ? നിന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല ധൈര്യമുണ്ട്, എല്ലാം സഹിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ എന്റെ മകളാണ് ഞാൻ ചെയ്തെങ്കിൽ ഞാനപ്പോ തന്നെ ജീവൻ ഒടുക്കേനി. ഇയാൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മകൻ ചെയ്തതിന് ഇങ്ങനെ പ്രതികരിക്കുന്ന ഇയാള് പാർവതി പ്രഗ്നന്റ് ആണെന്നറിഞ്ഞ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രശ്നമല്ല എവിടെ ചെന്ന് അവസാനിക്കാനാണോ പോകുന്നേ ആവോ. ദൈവം എനിക്ക് നല്ലൊരു മകനെ തന്നില്ല, പക്ഷെ അതിന് പകരം എനിക്ക് 2 പെൺകുട്ടികളെ തന്നു. അവർ രണ്ടും എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ചെറുക്കനെ കണ്ണുമൂട്ടി അവർ കല്യാണം കഴിക്കും. അവര് നിന്നെ പോലെ പ്രേമിച്ച് നടന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം കളയില്ല. അച്ഛനും അമ്മയും കണക്കാ. എങ്ങനെയെങ്കിലും പാർവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി പ്രിയനാണെന്ന് വരുത്തി തീർത്ത് അവനുമായി അവളുടെ കല്യാണം നടത്താന്ന് കരുതിയിരിക്കുമ്പോഴോ